ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയെ 3-1 പരാജയപ്പെടുത്തി 10 വർഷങ്ങളുടെ കാത്തിരിപ്പ് പാറ്റ് കമിൻസിൻ്റെ ഓസ്ട്രേലിയ അവസാനിപ്പിച്ചത്. സീരീസിൽ ഒന്നടങ്കം ഇന്ത്യയെ സംബന്ധിച്ച് തകർച്ചകളുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ബാറ്റർമാരടക്കം ഫോമില്ലായ്മയിൽ തന്നെ തുടർന്ന ഒരു സീരീസായിരുന്നു BGT കഴിഞ്ഞ് പോയത്. ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പരയിലെ പിച്ചുകളുടെ റേറ്റിംഗ് ഇപ്പോൾ ICC പുറത്ത് വിട്ടിരിക്കുകയാണ്. പരമ്പരയിലെ അവസാന ടെസ്റ്റ് നടന്ന സിഡ്നി ഒഴികെയുള്ള 4 മത്സരവേദികളിലെയും പിച്ചുകൾക്ക് വളരെ മികച്ച റേറ്റിംഗാണ് നിലവിൽ ICC ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. പെർത്ത്, അഡ്ലൈഡ്, ബ്രിസ്ബെൻ, മെൽബൺ പിച്ചുകൾക്കാണ് വെരി ഗുഡ് റേറ്റിംഗ് ഇപ്പോൾ ICC നൽകിയിട്ടുള്ളത്. എന്നാൽ 3 ദിവസം കൊണ്ട് പൂർത്തിയായ സിഡ്നി ടെസ്റ്റിലെ പിച്ചിന് തൃപ്തികരമെന്ന റേറ്റിംഗ് മാത്രമാണ് ICC ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പരമ്പരയിലെ പിച്ചുകളെല്ലാം പേസർമാരെ തുണയ്ക്കുന്നതായിരുന്നു. പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് 150 റൺസിൽ അവസാനിച്ചപ്പോൾ ഓസ്ട്രേലിയ 104 റൺസിന് പുറത്തായി. എന്നാൽ ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചിൽ പിന്നീട് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 487 റൺസ് അടിച്ചപ്പോൾ ഓസ്ട്രേലിയ 238 റൺസിന് ഓൾ ഔട്ട് ആവുകയും ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അഡ്ലൈഡിൽ നടന്ന രണ്ടാം ടെസ്റ്റ്, അതായത് ഡേ നൈറ്റ് ടെസ്റ്റിൽ പിങ്ക് ബോൾ ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ 180 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ ഓസ്ട്രേലിയ 337 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിലും തകർന്നടിഞ്ഞ ഇന്ത്യ 175 പുറത്തായപ്പോൾ വിജയലക്ഷ്യമായ 19 റൺസ് വിക്കറ്റ് നഷ്ടമില്ലാതെയാണ് ഓസ്ട്രേലിയ ആതിഥേയർ അടിച്ചെടുത്തത്. മഴ പലവട്ടം വില്ലനായ സമനിലയിൽ കലാശിച്ച ബ്രിസ്ബെയിനിലെ മൂന്നാം ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസീസ് 445 റൺസ് അടിച്ചപ്പോൾ ഇന്ത്യക്ക് 260 റൺസേ നേടാൻ സാധിച്ചുള്ളൂ. രണ്ടാം ഇന്നിംഗ്സിൽ 89-ൽ 7 വീണെങ്കിലും ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 8 റൺസ് എടുത്ത് മത്സരം സമനിലയിലാക്കി. മെൽബണിൽ നടന്ന നാലാം ടെസ്റ്റിലാകട്ടെ ആദ്യ ഇന്നിംഗ്സിൽ ഓസീസ് 474 റൺസാണ് അടിച്ചെടുത്തത്. എന്നാൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൻ്റെ മറുപടി ബാറ്റിങ്ങിൽ 369 റൺസ് എടുക്കാൻ സാധിച്ചുള്ളൂ. രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസ് 234 പുറത്തായപ്പോൾ ഇന്ത്യ 155 റൺസിനാണ് ഓൾ ഔട്ട് ആവുകയും 184 റൺസിനാണ് ഓസ്ട്രേലിയ നാലാം ടെസ്റ്റിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. എന്നാൽ സിഡ്നിയിലേക്ക് വരുവാണെങ്കിൽ സാധാരണഗതിയിൽ ബാറ്റിങ്ങിനും സ്പിന്നർമാർക്കും അനുകൂലമായ പിച്ചാണ് ലഭിക്കാറുള്ളതെങ്കിൽ ഇത്തവണ പേസ് പിച്ചായിരുന്നു സിഡ്നിയിൽ ക്യൂറേറ്റർമാർ ഒരുക്കിയിട്ടുള്ളതും. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ 185 ഓൾ ഔട്ട് ആയപ്പോൾ ഓസീസ് 181 റൺസിന് പുറത്തായിട്ടുണ്ടായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 4 റൺസിന് ലീഡായിരുന്നു ഇന്ത്യക്ക് ലഭിച്ചത്. രണ്ടാം ഇന്നിംഗ്സിൽ 157 റൺസിന് ഇന്ത്യ പുറത്തായപ്പോൾ 162 റൺസ് വിജയലക്ഷ്യം ഓസീസ് 4 വിക്കറ്റ് നഷ്ടത്തിലാണ് മറികടന്നത്. അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം 3-1 ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയ തിരികെ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ദിവസം കൊണ്ടാണ് സിഡ്നി ടെസ്റ്റ് അവസാനിച്ചത്. ഇതാണ് പിച്ചിന് തൃപ്തികരമെന്ന റേറ്റിംഗ് മാത്രം ലഭിക്കാൻ ഇപ്പോൾ കാരണമായിട്ടുള്ളത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മറ്റ് 4 വേദികൾ പെർത്ത്, അഡ്ലൈഡ്, മെൽബൺ, ബ്രിസ്ബെൻ തുടങ്ങിയ 4 വേദികൾക്കും വെരി ഗുഡ് റേറ്റിംഗ് ലഭിച്ചപ്പോൾ സിഡ്നിയിലെ ഗ്രൗണ്ടിന് മാത്രമാണ് തൃപ്തികരമെന്ന റേറ്റിംഗ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.